നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. പാലക്കുഴയിലെ മോഷണ പരമ്പര കരുതലോടെ കൈകോർക്കാൻ പോലീസിനൊപ്പം നാട്ടുകാരും. കൂത്താട്ടുകുളം കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി തുടർച്ചയായി മോഷ്ടാക്കൾ എത്തുന്ന പാലക്കുഴയിൽ പോലീസും നാട്ടുകാരും കരുതൽ നൽകാൻ കൈകോർക്കുന്നു. ഞായറാഴ്ച വടക്കൻ പാലക്കുഴ അസ്പയർ ക്ലബ് ഹാളിൽ ചേർന്ന പോലീസിന്റെയും വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ യോഗത്തിലാണ് മോഷ്ടാക്കളെ തുരുത്താനുള്ള പോംവഴികൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തത്. പോലീസും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ കൂത്താട്ടുകുളം പോലീസ് SHO സഞ്ജു ജോസഫ് യോഗത്തിൽ വിശദീകരിച്ചു. പാലക്കുഴയിലെ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ക്ലബ് ഭാരവാഹികൾ, മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ മോഷ്ടാക്കൾ എത്തുന്നത് തടയാനുള്ള മാർഗങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കി. പോലീസ് റെസിഡൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സജീവമാക്കും. ഓരോ ദിവസവും പോലീസിനൊപ്പം പെട്രോളിംഗിൽ പങ്കെടുക്കുന്ന സംഘടനാ പ്രതിനിധികളുടെ പട്ടിക തയ്യാറാക്കി വാട്സ്ആപ്പ് വഴി അറിയിക്കും. വീടുകളുടെ പുറത്ത് കാർഷിക ഉപകരണങ്ങളായ ആയുധങ്ങൾ വയ്ക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകും. പുറത്തേക്കുള്ള വാതിലുകൾക്കെല്ലാം ഇരുമ്പ് പട്ട ഉറപ്പിച്ച് ബലപ്പെടുത്താൻ അസോസിയേഷനുകൾ നിർദ്ദേശം നൽകും. ധനസഹായത്തിനായി വീടുകളിൽ അപരിചിതർ എത്തുന്നത് തടയും. ആക്രി സാധനങ്ങൾ ശേഖരിക്കാനെത്തുന്നവരെയും വീടുകൾ പ്രവേശിപ്പിക്കരുത്. ഹരിതകർമ്മ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്തണം. ഫോണുകളിൽ അയൽപക്കം, പ്രധാന സംഘടനാ ഭാരവാഹികൾ, പോലീസ് എന്നിവരുടെ നമ്പറുകൾ ഉണ്ടാകണം. വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കണം. തുടർച്ചയായി പരിശോധന നടത്തണം. റെസിഡൻസ് അസോസിയേഷനുകളുടെ അതിർത്തികളിൽ ക്യാമറകൾ സ്ഥാപിക്കണം. മൊബൈൽ ഫോണിൽ ഗ്രൂപ്പ് കോൾ സംവിധാനം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു. പാലക്കുഴ പഞ്ചായത്ത് അംഗം NK ഗോപി, റെസിഡൻസ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് PG സുനിൽകുമാർ, പോലീസ് ഓഫീസർ അനിൽ കുര്യാക്കോസ്, സാജു വർഗീസ് കൊരങ്ങാലത്തടത്തിൽ, സോയൂസ് ജേക്കബ് ഓലിക്കൽ, EM വർഗീസ്, ബെന്നി കൊല്ലയിൽ, VB ശ്രീകുമാർ, KM ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അവസരം കൂടിയാണ്. തെറ്റല്ല, നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അങ്ങനെ നമ്മൾ തിരുത്തുകയാണെങ്കിൽ തന്നെ ഒരു 75% നമുക്ക് നമ്മളെ തന്നെ സേഫ് ആക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്ന പോലെയും, നമ്മളെ ശരീരം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്ന പോലെയും, കാലിൻ്റെ ഉപ്പുറ്റി തേയ്മാനം വരാതിരിക്കാൻ ഷൂ ധരിക്കുന്ന പോലെയും, അല്ലേ, കണ്ണിൻ്റെ കാഴ്ചയുടെ പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ സ്പെക്സ് ധരിക്കുന്ന പോലെയും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിനകത്ത് ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്. സ്വർണ്ണമായിരിക്കാം, പിന്നെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തന്നെ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത്. 2, എന്തെങ്കിലും അപായം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാനോ അത് പ്രിക്കോഷൻ എടുക്കാനുള്ള ഒരു നടപടിക്ക് പോലീസിനെ സഹകരിക്കാനും സഹായിക്കുക എന്നുള്ളതാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ ഭാഗത്ത് നിങ്ങളെന്നല്ല, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ യുവാക്കളായാലും പ്രായമുള്ളവരായാലും ഒരു കുറച്ച് സമയം നമ്മുടെ പോലീസിന് വേണ്ടി സഹകരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അതിഭീകരമായ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഭീതി ഉണ്ട് എന്ന് തോന്നിക്കരുത് രീതിയിൽ, കാരണം സ്ത്രീകളാണ് ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയനുസരിച്ച് അവർക്ക് നമ്മൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞു പോകണമെങ്കിൽ അറിയില്ല, നമ്മളെല്ലായിടത്തും പോയി വർത്തമാനം പറയും. നമ്മൾ ഭയങ്കര മോഷണത്തിനായിട്ട് പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു കോടാലി, ഒരു വാക്കത്തി, ഒരു തൂമ്പയും എപ്പോഴും വീട്ടിൽ പുറത്തിറങ്ങാം. അത് കള്ളനെ പൊളിച്ചിട്ട് അകത്ത് കയറാൻ പറ്റിയ സാധനം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് എനിക്കൊന്നും നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും ആയുധങ്ങൾ പുറത്ത് വെച്ചിട്ട് കിടന്നുറങ്ങരുത്. നമ്മൾ സാധാരണഗതിയിൽ കിടക്കുന്നതിന് പറ്റി അവസാനം ഓഫ് ചെയ്ത് ലൈറ്റ് എന്നറിയോ? ഏതറിയോ? നമ്മുടെ പുറകിലെ അല്ലല്ല, ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറമെ കിടക്കുള്ളൂ. ഈ ഫ്രണ്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കള്ളനോട് നീ കയറി വന്ന് പറഞ്ഞ തുല്യ സംഭവം. കാരണം അവര് വളരെ വളരെ കൃത്യമായി ശാസ്ത്രീയമായി ഈ മോഷണം പഠിച്ചിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ ഒരു താക്കോല് പൂട്ടിയ ശേഷം ആ വാതിലിന്റെ മുകളിൽ അകത്തുനിന്ന് വെച്ച സാധനം അവർക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റിയത് അവർ കൃത്യമായിട്ട് സാധനം ഗവേഷണം നടത്തണോണ്ടാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.